നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഉണ്ണിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് ഒരു 3 മണിക്കൂർ പച്ചരി വെള്ളത്തിൽ കുതിരാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അത് 3 മണിക്കൂറിന് ശേഷം നന്നായി കഴുകി വാരിയെടുത്ത് ഒരു മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് പൊടിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇത് പച്ചരി മാത്രമാണ്. പച്ചരി 1 ഗ്ലാസ് കുതിർത്തതിന് ശേഷം മിക്സിയുടെ ജാറിലേക്കിട്ട് ഒന്ന് കറക്കി വെച്ചിട്ടുണ്ട്. ഇനി അതിനോടൊപ്പം ശർക്കര ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. വലിയ ഉണ്ട ശർക്കരയാണ്, അത് പൊടിച്ച് ഞാൻ വെച്ചിരിക്കുകയാണ്. മധുരത്തിനനുസരിച്ച് നമുക്ക് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ 3 പാളയംതോടൻ പഴം എടുത്തു വെച്ചിട്ടുണ്ട്. ഇവിടെ 3 ഏലക്ക എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇപ്പം ഉണ്ട ശർക്കര പൊടിച്ചിട്ട് ഒരു 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ശർക്കര ഒന്ന് അലിയിച്ച് എടുക്കുന്നുണ്ട്. ശർക്കര നന്നായി അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇത് നമുക്കൊരു ബൗളിലേക്ക് മാറ്റാം. ശർക്കര പാവ് കാച്ചി വെച്ചിട്ടുണ്ട്. മിക്സിയുടെ ജാറിലേക്ക് അരിയും അതുപോലെ തന്നെ ഏലക്കായും പഴവും ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഈ ശർക്കര പാനി കൂടെ ഒഴിച്ച് നമ്മൾ അടിച്ചെടുക്കുന്നുണ്ട്. നമ്മുടെ മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ പച്ചരിയും പഴവും പാളയംതോടൻ പഴവും 3 ഏലക്കായും അതുപോലെ തന്നെ ശർക്കര പാനി കാച്ചിയതും കൂടെ ചേർത്ത് നന്നായി അരച്ചെടുത്തിട്ടുണ്ട്. ഇതാണ് പരുവം. ഇതിനി ഒരു 4 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ അനുവദിക്കുക. എന്നിട്ടാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. നമ്മൾ ഇതൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളിത് അടച്ചു വയ്ക്കാം. അങ്ങനെ ഒരു 4 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ ഉണ്ണിയപ്പം ഉണ്ടാക്കാൻ പോകുന്നത്. ഒരു പാനിൽ അല്പം നെയ്യ് ഒഴിച്ച് തേങ്ങ കഷ്ണങ്ങളാക്കി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് വറുത്ത് നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ നമുക്ക് നിറം മാറുന്നിടം വരെ ഒന്ന് വറുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ഉണ്ണിയപ്പത്തിലേക്ക് മാവിലേക്ക് ഇട്ട് കൊടുക്കാം. നമ്മൾ അരച്ചു വെച്ച മാവിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഉണ്ണിയപ്പം ഉണ്ടാക്കിയെടുക്കാം. ഉണ്ണിയപ്പച്ചട്ടി അടുപ്പിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. വെള്ളമെല്ലാം പോയതിന് ശേഷം നമുക്കിതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഈ കുഴികളിലെല്ലാം എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരട്ടെ. നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇത് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇതെല്ലാം തിരിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു സൈഡ് കൂടെ നന്നായി വെന്ത് വരട്ടെ. 2 വശവും നന്നായി വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിതിനെ ഒരു പാത്രത്തിലേക്ക് എടുക്കാം. നല്ല അടിപൊളി ഉണ്ണിയപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് വളരെ സോഫ്റ്റാണ്. എല്ലാവരും തന്നെ ഇതുപോലെ ചെയ്ത് നോക്കുക. അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കും.